ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ GT Tales. വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. അങ്ങനെ ഒരു ഫാമിലിയുടെ സ്വപ്ന ഭവനത്തിലേക്കുള്ള ഹോം ടൂറാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. കൊല്ലം രാമൻകുളങ്ങരയ്ക്കടുത്ത് മേടൽമുക്കിലെ ബിജി ആൻഡ് ഫാമിലിയുടെ സാരംഗി എന്ന വീടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈവനിങ് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഈ കാണുന്നത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ സ്പോട്ട് ലൈറ്റും എല്ലാം ഓണാണ്. എല്ലാം കൂടി നല്ല ഒരു ഹൈലൈറ്റഡ് വ്യൂ ആണ് ഉള്ളത്. ഈ ഒരു ഗേറ്റ് നോക്കൂ, നല്ല ഒരു പഴയ ആഢ്യത്വമുള്ള തറവാടിൻ്റെ ചെറിയ ഗേറ്റ് പോലെയുള്ള ഒരു ഗേറ്റാണിത്. ഇതിന് ഒരു ബ്രിക്ക് കട്ടിങ്സൊക്കെ ഉണ്ട്. ആ ഫ്രണ്ടിലെ വാളും ഈ കോമ്പൗണ്ട് വാളും മാച്ചിങ് ചെയ്യുന്ന ബ്രിക്ക് കട്ടിംഗ് ആണ്. ഇത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ആ ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് നല്ല ബാംഗ്ലൂർ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. വലിയ വാഹനങ്ങളൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗേറ്റ് ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മറ്റേ ഗേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി പ്രവേശിക്കുകയാണ്. ആ ഗേറ്റിലൂടെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു പഴയ തറവാടിൻ്റെ ലുക്കിലുള്ള ഗേറ്റ്, ബ്രിക്ക് കട്ടിങ്സും ബ്രിക്ക് ടെക്സ്ചറിങ് ചെയ്തിരിക്കുന്ന ഗേറ്റ്. ഇത് നോക്കൂ, ജാളി ബ്രിക്സ് ആണ് ആ സൈഡിലെ വർക്കുകളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആ ഒരു ഗേറ്റിലൂടെ പ്രവേശിക്കുകയാണ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ്. പിന്നെ കുറച്ച് ഉരുളൻ കല്ലുകളൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, വിരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കൂ, ആ ഗേറ്റ് മറ്റേ ഗേറ്റിലൂടെയാണ് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കടക്കുന്നത്. നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. നേരെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഇതാണ് ഈ സൈഡിലെ കോമ്പൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ കാണിക്കുകയാണ്. നമ്മളപ്പോൾ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ വ്യൂ, ഒരു സൈഡ് വ്യൂ നമുക്ക് ഇതുവരെ കാണിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഒന്ന് നോക്കുകയാണ്. സൈഡ് വ്യൂവിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ നല്ല ഒരു ഭംഗിയിലാണ് എല്ലാ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ജാളി ബ്രിക്സ് വന്നിരിക്കുന്ന കാരണം ചെറിയ ചെറിയ ഭാഗങ്ങളിലും ഒരു പഴയ തറവാടിൻ്റെ ഭാഗത്തെ ആ ഒരു കട്ടിങ്സ് ഒക്കെ ഉള്ള പോലെയാണ് ഈ ചെറിയ ചെറിയ ഹോൾസിലൂടെ നമ്മൾ നോക്കുക. പഴയ വീടുകൾക്കൊക്കെ കാണാം ആ ഒരു ജാളി ബ്രിക്സ്. അത് വീണ്ടും ഒന്ന് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻസൊക്കെ ഒന്നും കൂടി കവർ ചെയ്യുകയാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും കൂടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ആ ഗേറ്റിൻ്റെ ടെക്സ്ചറിങ്, ബ്രിക്ക് ടെക്സ്ചറിങ് തന്നെയാണ് ഈ ഒരു ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ സൈഡ്. ഈ ഒരു വിൻഡോസൊക്കെ തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സൺഷെയ്ഡിൽ നല്ല സ്പോട്ട് ലൈറ്റ് ഉണ്ട്. ആ സൺഷെയ്ഡും ഇത് മാച്ചിങ് ആവുന്ന രീതിയിൽ. അതുപോലെ ഈ സൈഡിലെ സ്പോട്ട് ലൈറ്റിങ് ഒരു വി ഷേപ്പ് അപ്പർ ആൻഡ് ലോവർ പോർഷൻ. ഇവിടുത്തെ ലോൺസൊക്കെ നോക്കൂ, നല്ല വൈറ്റ് സ്റ്റോണും മറ്റേ സ്റ്റോൺസൊക്കെ വെച്ച് ബാംഗ്ലൂർ സ്റ്റോൺസിൻ്റെ ഇടയിൽ കൂടെയുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ഇൻ്റർലോക്കിങ്ങും ഒക്കെ നല്ല ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്ത്, ആ മുകളിലുള്ള ആ ഒരു പെർഗോള, അതിൻ്റെ ആ ലെങ്ത്ത് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അത്രയുണ്ട് ആ സിറ്റ് ഔട്ട് ലെങ്ത്ത് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കോമ്പൗണ്ട് വാൾ ഫുള്ള് വീഡിയോ എടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഗ്രീനറീസ് ഒക്കെ ധാരാളം ഉണ്ട്. ഫ്രണ്ടിലൊക്കെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രിക്ക് വാള്, ബ്രിക്ക് ടെക്സ്ചറിങ് വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ പഴയൊരു വീടുകളുടെയൊക്കെ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ നമ്മളിത് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വുഡൻ സോഫയുണ്ട്. അതൊരു നല്ലൊരു വ്യൂ ആണ് അല്ലേ. പിന്നെ മുകളിൽ 2 ലാംപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നല്ലൊരു വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മെയിൻ ഗേറ്റ് ഡബിൾ ഡോറാണ്, തേക്ക് വുഡിലാണ് അതും ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഒരു ഫർണിച്ചേഴ്സൊക്കെ നമ്മൾ തേക്ക് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് റൂമിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇന്നൊരു പൂജ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു തിരക്കുകളൊക്കെ അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ലിവിങ് റൂമിൻ്റെ അപ്പർ പോർഷൻസൊക്കെ കാണിക്കുകയാണ്. ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു നല്ല ഒരു അക്വേറിയം, പല ലൈറ്റ്സൊക്കെ 6 ലൈറ്റ്സൊക്കെ കത്തുന്ന നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊരു അക്വേറിയം ഉണ്ട്. ഈ സോഫ സെറ്റൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കൂ, നല്ലൊരു TV യൂണിറ്റ് അല്ലേ. ഒരു ക്യൂട്ടാണ്, അതായത് ചെറുതാണ് പക്ഷെ ഒരുപാട് വലുതുമല്ല, അങ്ങനെ രീതിയിലൊരു നല്ല
ഒരു മുകളിലത്തെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, ജിപ്സം ആണ്, ജിപ്സം വർക്കാണ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ്. അപ്പോൾ ടി വി യൂണിറ്റ് ഒന്നും കൂടി നമ്മൾ എടുക്കുകയാണ്. നല്ല പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോ ഐറ്റംസ് വെക്കാനുള്ള ഒരു ഏരിയ. പിന്നെ നമ്മൾ ഈ ലിവിങ് റൂമിൽ നിന്നും നമ്മൾ അടുത്ത ഹാളിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 സെപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചണിലേക്കുള്ളൊരു പോർഷൻ ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലാണ് അപ്പർ ഏരിയയ്ക്കുള്ള എൻട്രൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് റൈറ്റ് സൈഡ്. ഇവിടെയാണ് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അണ്ടർ സൈഡിലാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ ഒക്കെ വരുന്നത്. ഇതിൻ്റെ അണ്ടർ സൈഡിൽ ഒരു കബോർഡ്സൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസും എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൂജ നടക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ പൂജ ഐറ്റംസ് കാര്യങ്ങളാണ് ഇവിടെ. ഇതൊരു റൂമാണ്. താഴെ 2 റൂമാണുള്ളത്. ഈ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ഡ്രസ്സിങ് ടേബിള് ഒക്കെയാണ്. പിന്നെ പൂജ ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാഷ് ബേസിൻ കൂടിയുണ്ട്. അപ്പോൾ പൂജ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന കാരണം നമ്മൾ വേഗം തന്നെ ഇതൊന്ന് കാണിക്കുകയാണ്. ഇതാ നമ്മുടെ ആ ഒരു കബോർഡ് വിത്ത് ലോങ് ഹാൻഡിൽസ് ആണ്. പിന്നെ ഇതാ ഈ വാഷ് ബേസിനൊന്ന് നമ്മൾ കാണിക്കുകയാണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജാഗർ ഫിറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡോറ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ റൂം മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് കടക്കാം. ഓക്കെ, അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഓപ്പൺ കിച്ചണാണ്. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റൂമുണ്ട്. അതുപോലെ ഈ ഓപ്പൺ കിച്ചൻ്റെ ഇപ്പുറത്തെ ഒരു വാഷ് ബേസിൻ ഉണ്ട് അല്ലേ. ഈ വാഷ് ബേസിൻ യൂണിറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ തമ്പോണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ലൈറ്റൊക്കെ ഓൺ ആവും. പിന്നെ അതിൻ്റെ സൈഡിൽ നോക്കൂ, ഒരു ഷോ ഐറ്റംസ് വെക്കാനുള്ള ഒരു ഏരിയ സ്പേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും ഈ ഓപ്പൺ കിച്ചണിലേക്ക് പോവുകയാണ്. ഓപ്പൺ കിച്ചൻ്റെ ആ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ടേബിളാണ്. ആ ടേബിളിൻ്റെ മുകളിൽ ഹാങ്ങിങ്സ് ആയിട്ട് ലൈറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഏരിയ സ്റ്റോറേജ് സ്പേസ്, ലോവർ സ്പേസസും ഉണ്ട്, അപ്പർ സ്പേസസും ഉണ്ട്. നമുക്കെല്ലാം കബോർഡ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് സ്റ്റോറേജ് സ്പേസസ് ഫോർ ഹോൾഡിങ് ഗ്രോസറീസ് ആൻഡ് ഓൾ ഐറ്റംസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഇപ്പോൾ എല്ലാ വീടുകൾക്കും അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു സ്റ്റോർ റൂം. ഓക്കെ, നമ്മൾ വീണ്ടും എല്ലാ ഭാഗങ്ങളും ഒന്നും കൂടി കവർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ വാഷ് ബേസിൻ അവിടെ ഈ ഹാളിൽ തന്നെ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് റൂം എന്ന് പറഞ്ഞില്ലേ, ആ റൂമിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. താഴെയുള്ള സെക്കൻഡ് റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെയും ഉണ്ട് ഒരു വാഷ് ബേസിൻ. 2 റൂമിലും വാഷ് ബേസിൻ കൗണ്ടറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കബോർഡ്സ് വിത്ത് ലോങ് ഹാൻഡിൽസ് ആണ്. അപ്പോൾ ഈ റൂമൊന്ന് കവർ ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ്. അതുപോലെ വാഷ് ബേസിൻ കൗണ്ടർ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഉണ്ട്. പിന്നെ നോക്കൂ, ആ ഒരു വീടിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ആ സൈഡിലായിട്ട് ചെറിയ ഗ്രീനറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ, പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവതി പൂജയാണ്. ഓക്കെ, കുടുംബാംഗങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പൂജ. അപ്പോൾ ഹാളിലെ ആ ഒരു വ്യൂ ആണ്. മ്യൂറൽ പെയിൻറ്റിങ്, 2 റൂംസ്, പിന്നെ ആ ഒരു ഓപ്പൺ കിച്ചൺ, അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ സ്പേസ് ഒക്കെ ഒന്ന് കാണിക്കുകയാണ്. പിന്നെ ലോവർ സൈഡ് ഓഫ് അണ്ടർ സ്റ്റെയേഴ്സ്, അവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ വീടുകൾക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റോറേജ് സ്പേസ്. ഓക്കെ, ഇതാ നമ്മൾ ഇതിൻ്റെ അപ്പർ പോർഷനിലേക്ക് കടക്കുകയാണ്. ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തേക്കാണ് കേട്ടോ. ആ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന ടെക്സ്ചറിങ് ആണ് സൈഡ് വോളിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ മുകളിൽ നിന്നൊരു ലോവർ വ്യൂ ഒന്ന് നോക്കുകയാണ്. ആ ഒരു ഹാങ്ങിങ് ആൻറ്റി ക്ലോക്കൊക്കെ ഉണ്ട്, എല്ലാം നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്സ്ചറിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, എല്ലാം തേക്കിലാണ് കേട്ടോ. ഇതാ നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, ഈ മാർബിൾസ് നല്ല ഭംഗിയുണ്ടല്ലേ. കജാരിയുടെ മോഹൻജദാരോ മാർബിൾസാണ് ഈ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത്. ഈ ടി വി യൂണിറ്റ് താഴെയുള്ളതിനേക്കാളും കുറച്ച് വലിയ ടി വി യൂണിറ്റാണ്. വിത്ത് ജിപ്സം സീലിംഗ്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ ഫിനിഷിങ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ മാർബിൾസ് നല്ല മാച്ചിങ് ഉണ്ട്. നല്ല ഒരു പെയിൻറ്റിങ്, തെയ്യത്തിൻ്റെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പെയിൻറ്റിങ് അല്ലേ. ഓക്കെ, നമ്മൾ അപ്പർ
രണ്ട് റൂമുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു റൂമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നല്ല ഒരു കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ഓക്കെ, അത്യാവശ്യം നമുക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കത് ഹെൽപ്ഫുള്ളാണ്. നല്ല ഒരു കബോർഡ് വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഹാൻഡ് റെയിൽസൊക്കെ ലോങ് ടൈപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വെക്കാനും, ഹാങ്ങിങ്ങും അതുപോലെ സേഫ് ലോക്കറും ഒക്കെ ഉണ്ട്. എല്ലാമായിട്ട് ഒരു നല്ല ഒരു കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ കബോർഡ് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ റൂമിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കൂടി ഒന്ന് വ്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഓവറോൾ വ്യൂ. ഇതിനുണ്ട് ഒരു വാഷ് ബേസിൻ യൂണിറ്റ്. ഓക്കെ, നമ്മൾ സിറ്റ് ഔട്ടിലൂടെ അടുത്ത റൂമിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ റൂം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം സെറ്റപ്പ് അല്ല, ഇതൊരു ഓഫീസ് റൂമായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വോളിലൊക്കെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഷെൽഫുകളുണ്ട്, ബുക്ക് ഷെൽഫ്. പിന്നെ ഒരു ഓഫീസ് മൈൻഡ് സെറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ഫുൾ ഓഫീസ് വർക്കുകളും കാര്യങ്ങളാണ് ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് ഫയൽസോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു ചെറിയൊരു കബോർഡാണ്. അതിൽ നമ്മൾ താഴെയൊക്കെ കണ്ടതും മറ്റേ റൂമിൽ കണ്ടതുപോലത്തെ സെയിം കബോർഡ് കാര്യങ്ങളാണ് ഈ റൂമിലുള്ളത്. അപ്പോൾ അതൊരു ഓഫീസ് റൂം പോലെ അവർ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് മുകളിൽ 2 റൂമും TV യൂണിറ്റും ഒരു ലിവിങ് റൂമൊക്കെ നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാൽക്കണി നല്ല ഒരു ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു ഗ്ലാസ് ഹാൻഡ് റെയിൽസും കാര്യങ്ങളും, പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെയേഴ്സ്, പിന്നെ ഈ വുഡൻ പർഗോള, പിന്നെ നോക്കുക ജാളി ബ്രിക്സ് നമ്മൾ താഴെ കണ്ടില്ലേ കോമ്പൗണ്ട് വാളിൽ, സെയിം ഫിനിഷിംഗ് ആണ്. ഓക്കെ, ഈ വുഡൻ ഈ ഒരു ഫിനിഷിങ്ങും അതുപോലെ മുകളിലും ഉണ്ട്. ഒരു മൈക്ക ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു പർഗോള നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഈവനിങ് ഇരിക്കാനുള്ള ഒരു നല്ല വൈബ്, ഈവനിങ് മാത്രമല്ല എപ്പോൾ ആണെങ്കിലും ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള നല്ല ഒരു ബാൽക്കണി സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഗ്രീനറീസും എല്ലാം ആയിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് ലുക്കിങ് നിൽക്കും. അതുപോലെ ഇതാ ഒരു ബാക്കി പോർഷൻസ് ഇനിയും ഉണ്ട് അത്യാവശ്യം ബാൽക്കണിയിൽ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും. ഇനി അപ്പറിലേക്ക് പോകാനുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ വീട് ഒരു 2180 സ്ക്വയർ ഫീറ്റാണ്. 56 lakhs ആണ് ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റും കാര്യങ്ങളും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ പറയുന്നതാണ്. ഇതാണ് നമ്മളുടെ ഈ മൊത്തത്തിലുള്ള ഈ ഹോം ടൂറിൻ്റെ വീഡിയോ. പൂജയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളപ്പോൾ ഈ വീഡിയോ ഒന്ന് വേഗം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ഹോം ടൂർ അനുഭവം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, don't forget to like, share and subscribe our channel GT Tales. Love you. Bye.